Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. എങ്ങനെയാണ് നമ്മൾ യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ നമ്മളുടെ ഹയർ സെൽഫിനോട് നമ്മളോട് തന്നെ നമ്മളുടെ സോളിനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലുണ്ട് യൂണിവേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ, അല്ലേ? നിങ്ങളുടേതായിട്ടുള്ളൊരു രീതിയിലായിരിക്കണം നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കാൻ. അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ബട്ട് ഈ വീഡിയോ നിങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കാനും ഹൈലി കണക്ട് ചെയ്യാനും ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ആ ഒരു സമയത്താണ് നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് കൂടുതൽ അലൈൻ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കാം. എപ്പോഴും നമ്മളോട് സംസാരിക്കുന്ന സമയത്ത്, യൂണിവേഴ്സിനോട് സംസാരിക്കുന്ന സമയത്ത്, നമ്മുടെ ഹയർ സെൽഫിനോട് സംസാരിക്കുന്ന സമയത്ത് നമ്മളൊരു കുട്ടീനെ പോലെ ആവണം. ബി ലൈക്ക് എ ചൈൽഡ്. എന്തിനാണ് നമ്മൾ കുട്ടിയെ പോലെ ആവുന്നത്? നമുക്കറിയാം, കുട്ടികൾക്ക് ചെറിയ 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 കാര്യങ്ങൾ പോലും വലിയ എക്സൈറ്റ്മെൻ്റ് ആണ്. അവർ വളരെ കൗതുകത്തോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളും നോക്കുക, അല്ലേ? അതേ എക്സൈറ്റ്മെൻ്റ് ആണ് നമുക്ക് നമ്മളുടെ ഉള്ളിൽ വേണ്ടത്. എന്ത് കാര്യങ്ങൾ കാണുന്ന സമയത്തും, എന്ത് സൈന് കാണുന്ന സമയത്തും, എന്ത് സിങ്ക്രണസിറ്റീസ് കാണുന്ന സമയത്തും ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് നിങ്ങൾ എപ്പോഴും കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കാണാൻ സാധിക്കും. നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യില്ല. എസ്പെഷ്യലി നമ്മൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത്, ഓർ നമുക്കറിയാം നമ്മളെ വാച്ച് ചെയ്യുന്ന ഒരു പവർ ഉണ്ട്, നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു പവർ ഉണ്ട്. അത് നമ്മുടെ ഒരു ഹയർ സെൽഫ് ആയിരിക്കാം, നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ളൊരു പവർ ആയിരിക്കാം. ഒരു യൂണിവേഴ്സ് എങ്ങനെയാണോ നിങ്ങൾ ആ ഒരു പവറിനെ വിളിക്കുന്നത്, ആ ഒരു പവറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു സൈൻ തരുന്ന സമയത്ത്, ജസ്റ്റ് ഇമാജിൻ നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരു കാര്യം ഒരാളുടെ അടുത്ത് പറയണം. ആ ആള് ഒരു ഇമോഷനും ഇല്ലാണ്ട് അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എനർജിയുമായിട്ട് അവർക്ക് മാച്ച് ആവാതെ വരുന്ന സമയത്ത് നമുക്ക് പിന്നെ നമ്മുടെ എക്സൈറ്റ്മെന്റ് അവരുടെ അടുത്ത് പറയാൻ പറ്റുമോ? തോന്നില്ല, അല്ലേ? നമ്മൾ മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് അവർ കൂടെ നിൽക്കുന്ന സമയത്ത് അതിങ്ങനെ ഫെയ്ഡ് ആയിട്ട് പോകും, റൈറ്റ്? സോ ഒരാൾ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് നമുക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവണം. എസ്പെഷ്യലി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സൈൻ നമുക്ക് കിട്ടുന്ന സമയത്ത്, ഓർ എങ്ങനെയാണോ നമ്മുടെ സറൗണ്ടിങ്ങിൽ നമുക്ക് അങ്ങനത്തെ സൈനൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ അതേ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് വേണം അത് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി, അല്ലെ? അത് ഈവൻ വളരെ ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിലും, വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിലും, ആ ഒരു കുട്ടിയുടെ ഒരു ഹാപ്പിനെസ്സും ആ ഒരു എക്സൈറ്റ്മെൻറ്റും നിങ്ങൾ യൂണിവേഴ്സായിട്ട് സംസാരിക്കുന്ന സമയത്ത്, നിങ്ങളായിട്ട് സംസാരിക്കുന്ന സമയത്ത്, ഈവൻ സെൽഫ് ടോക്ക് ചെയ്യുന്ന സമയത്ത് പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഇത് നമുക്കറിയാം, എല്ലാം എനർജിയാണ്, അല്ലേ? നമ്മൾ എന്ത് എനർജിയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതേ എനർജിയിലുള്ള ലെവലുള്ള കാര്യങ്ങളാണ് നമ്മൾ ലൈഫിൽ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലേ? സോ അതാണ് നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സ് അങ്ങനെയാണ്, റൈറ്റ്? സോ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ലൈഫിൽ അത്ര എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നില്ല, അത്ര ഒരു ജെന്യൂൻ ഹാപ്പിനെസ് ഉണ്ടാവുന്നില്ല, ഓർ അത്ര ഗ്രേറ്റ്ഫുൾ ആയിട്ടൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈവൻ ചെറിയ ചെറിയ കാര്യത്തിലേക്ക് പോലും ഒരു കുട്ടിക്ക് എത്ര സന്തോഷം ഉണ്ടാവുമോ അത്രയൊരു സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങൾ സറൗണ്ടിങ്ങിൽ ഒന്ന് നോക്കുക. നിങ്ങളെ കാണുന്ന സമയത്ത് ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാം. ഒരു കുട്ടിയും ആ കുട്ടീനെ സ്വയം കമ്പയർ ചെയ്യില്ല, അല്ലേ? അത് ആ ഒരു ലെവലിൽ ചിന്തിച്ച് തുടങ്ങുന്നത് വരെ, റൈറ്റ്? എപ്പോഴാണ് ആ കുട്ടീനെ കമ്പയർ ചെയ്ത് തുടങ്ങുക? ഡെഫിനറ്റ്ലി അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള ആളുകൾ അങ്ങനത്തെ ചില വിത്തുകൾ അതിൻ്റെ മനസ്സിലിടുന്ന സമയത്ത് മാത്രമേ എനിക്കെന്തോ ഒരു പ്രത്യേകത ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്തോ ഡിഫറെൻ്റ് ആണെന്നുള്ളത് ആ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ, അല്ലേ? സോ അതല്ലാതെ ആ ഒരു ചെറിയ കുട്ടിക്ക്, ആ കുട്ടി എങ്ങനെയാണോ അതിൽ വലിയ സന്തോഷമാണ്, റൈറ്റ്? ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ സന്തോഷമാണ്, റൈറ്റ്? സോ ആ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ലൈഫിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് കൂടുതൽ കണക്ട് ചെയ്യാം. എങ്ങനെയാണ് യൂണിവേഴ്സ് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? എനർജറ്റിക്കലി ആണ്, ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ടായിരിക്കാം, പല സിങ്ക്രണസിറ്റീസ് ആയിരിക്കാം, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, നമുക്ക് പോകുന്ന എല്ലാ സ്ഥലത്തും നമുക്കത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കാം, അല്ലെ? അല്ലെങ്കിൽ വളരെ 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 വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിലായിരിക്കാം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിൽ കിട്ടുന്നതും, അതിന് വേണ്ടിയിട്ടുള്ള സൈനും അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺഫർമേഷനും നമുക്ക് കിട്ടുന്നത്, അല്ലേ? നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്താണ് നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കുക. നമ്മളൊരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം, പക്ഷെ അത് ലൈഫിൽ വരുന്ന സമയത്ത് അത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു പ്ലേസ് എന്നോ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലൊക്കെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. ഇതൊക്കെ ആ ഒരു എനർജി തരുന്ന ഒരു മാജിക് ആണ്, യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഒരു മാജിക് ആണ്. സോ അങ്ങനത്തെ ഒരു പവർ ഉണ്ട്, അങ്ങനത്തെ ഒരു എനർജി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു എനർജി എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഒരു എനർജി എവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്?
നമ്മളുടെ ഉള്ളിൽ തന്നെയാണ്. സോ നിങ്ങൾക്ക് ലൈഫിൽ പല എൻകറേജ്മെന്റ് യൂണിവേഴ്സ് തരുന്ന സമയത്ത്, നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ നിന്ന് നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്ന സമയത്ത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പല പല സ്ഥലത്തായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത് വന്നു ചേരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങളും കാണിക്കണം. യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹയർ സെൽഫ് നിങ്ങളെ എക്സൈറ്റഡ് ആക്കാൻ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സൈൻ തരുന്ന സമയത്ത്, നിങ്ങളൊരു വികാരം ഇല്ലാണ്ടിരുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിനത് തരാൻ തോന്നുമോ? ഡെഫിനറ്റ്ലി ഇല്ല, അല്ലേ? നിങ്ങളത് കൂടുതൽ ശ്രദ്ധിക്കുന്ന സമയത്താണ് ആ ഒരു ഗെയിം കൂടുതൽ ഇൻട്രസ്റ്റ് ആവുക, അല്ലേ? അവിടെയും ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുക, നിങ്ങൾക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുക. സോ നിങ്ങൾ കൂടുതൽ അവേക്കൻ ആവുന്ന സമയത്താണ്, നിങ്ങൾ ആ ഒരു കുട്ടീനെ പോലെ ആ ഒരു എക്സൈറ്റ്മെന്റ് കാണിക്കുന്ന സമയത്താണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അട്രാക്ട് ചെയ്ത് തുടങ്ങുക. ആ ഒരു സമയത്താണ് നമ്മുടെ വൈബ്രേഷൻ നമ്മൾ കൂടുതൽ കണക്ട് ചെയ്യുക. ഇങ്ങനെ നമ്മളുടെ ഉള്ളിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് വരുന്ന സമയത്താണ്, നമ്മളത് ഫീൽ ചെയ്യുന്ന സമയത്താണ് നമ്മളുടെ ബ്രെയിൻ ഡോപ്പമൈൻ റിലീസ് ചെയ്യുക. എന്താണ് അത്? ആ ഒരു ജെന്യൂൻ പ്ലഷർ റിലീസ് ചെയ്യുക. ആ ഒരു സമയത്താണ് നമ്മൾ മോട്ടിവേറ്റഡ് ആവുക, ജെന്യൂൻലി മോട്ടിവേറ്റഡ് ആവുക. അത് നമ്മളുടെ ആക്ഷൻ കുറെ കൂടെ സ്പീഡപ്പ് ആക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുക. ആൻഡ് നമുക്ക് കൂടുതൽ പോസിബിലിറ്റീസ് നമ്മൾ കണ്ടു തുടങ്ങും. നമ്മൾ കുറെ കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ആ ഒരു സന്തോഷവും മോട്ടിവേഷനും ആ ഒരു ആനന്ദമൊക്കെ നമ്മുടെ ആക്ഷനും അതിനൊത്ത് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ ബ്രെയിൻ അത് സീരിയസ് ആക്കി എടുക്കുക, ആ ഒരു ഫീലിങ്സ് സീരിയസ് ആക്കി എടുക്കുക. അപ്പോഴാണ് അത് രജിസ്റ്റർ ആവുക നമ്മളുടെ ഉള്ളിൽ. അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റ്, അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലിങ്സ് അവിടെ രജിസ്റ്റർ ആവുക സ്ട്രോങ് ആയിട്ട്. സോ എപ്പോഴും നിങ്ങൾ എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സൈൻ ആയിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈവൻ ചെറിയ ചെറിയ രീതിയിൽ പോലും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് ഗൈസ്, കുട്ടീനെ പോലെ നിങ്ങൾ എക്സൈറ്റഡ് ആവുക. വാവ്, ഇതെന്റെ ലൈഫിൽ സംഭവിച്ചു. നമ്മൾ അത്ര ഒരു ശ്രദ്ധ അതിലേക്ക് കൊടുക്കുന്ന സമയത്താണ് യൂണിവേഴ്സ് നമുക്ക് കുറേ കാര്യങ്ങൾ കാണിച്ചു തരിക, നമ്മൾ സന്തോഷിപ്പിക്കുക, അല്ലേ? ഒരാൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന സമയത്ത്, ഒരാൾ നമ്മളെ ചിരിപ്പിക്കുന്ന സമയത്ത്, ഒരാൾ നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന സമയത്ത്, ആ കിട്ടുന്ന ആൾക്ക് ആ ഒരു സർപ്രൈസിന്റെ ഒരു ഹാപ്പിനെസ്സും അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു സന്തോഷമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും വീണ്ടും 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 കൊടുക്കാൻ തോന്നോ? സോ നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ലൈഫ് തരുന്നുണ്ടെങ്കിൽ വളരെ എക്സൈറ്റഡ് ആയിട്ട് എടുക്കുക, സർപ്രൈസ് ആവുക. ഓക്കെ, ആ ഒരു ഫീലിങ്സ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ. അത് നിങ്ങൾ പ്രിറ്റൻഡ് ചെയ്യണമെന്നല്ല പറയുന്നത്, ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഫീൽ ചെയ്യേ വേണ്ട. ബട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് ഈവൻ ഡെയിലി നിങ്ങൾക്ക് ഓരോരോ സർപ്രൈസ് ഉണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങൾ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, മേ ബി ലൈക്ക് നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും കൊണ്ട് തരുന്നതായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. നിങ്ങൾ കാണാതെ പോയിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും. അതൊരു സർപ്രൈസ് ആണ്, അല്ലേ? നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് അന്വേഷിച്ചു, നിങ്ങൾക്കത് കണ്ടിട്ടില്ല. സോ ഇന്നത് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സർപ്രൈസ് ആണ്, അല്ലേ? ആരെങ്കിലും നിങ്ങളെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അത്രയും ഇഷ്ടമുള്ള ഒരാൾ നിങ്ങളെ വിളിച്ചു, അതൊരു സർപ്രൈസ് ആണ്, അല്ലേ? സോ നിങ്ങൾ എപ്പോഴും ലേറ്റ് ആയിട്ട് എണീക്കുന്ന ഒരു ആള് ഇന്ന് നിങ്ങൾക്ക് ആ ഒരു സർപ്രൈസ് കൊടുക്കുകയാണ്, രാവിലെ നിങ്ങൾ തന്നെ എണീക്കുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് തന്നെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ? സോ നിങ്ങൾ ഇന്നലത്തേക്കാളും ബെറ്റർ ആയിട്ട് ഇന്ന് കുറച്ച് പെരുമാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നു, ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ളൊരു സർപ്രൈസ് ആണ്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യം മുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ലൈഫിൽ എക്സൈറ്റഡ് ആയിട്ട് എടുക്കാനും സർപ്രൈസ് ആയിട്ട് നമുക്ക് കാണാനും സന്തോഷമായിട്ട് കണക്ട് ചെയ്യാനും. അങ്ങനെ നിങ്ങൾ കൂടുതൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സമയത്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, നിങ്ങൾക്ക് വേണ്ട ആഗ്രഹങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിയാം, ഇതാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ നിങ്ങൾ ആ ഒരു ഇൻറ്റൻഷൻ ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ പല ആളുകൾക്കും സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളുടെ ലൈഫിൽ സംഭവിക്കുകയാണ്. മിക്ക ആളുകൾക്കും തോന്നുന്നത് എന്താണ്? ഒരു ജലസ് ആണ്, അല്ലേ? ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്താണ് അവർക്ക് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണല്ലോ, എനിക്ക് സംഭവിച്ചിട്ടില്ലല്ലോ ഇതുവരെ, അവർക്ക് സംഭവിച്ചു. അങ്ങനത്തെ ഒരു കമ്പാരിസൺ ഉണ്ടാവും, അങ്ങനത്തെ ഒരു ജലസ് ഉണ്ടാവും, അല്ലേ? ബട്ട് വാട്ട് ഇഫ് ഗൈസ്, ലിസൺ ദിസ് കെയർഫുള്ളി. അതാരോ അച്ചീവ് ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് അസൂയല്ല വരേണ്ടത്. യൂണിവേഴ്സ് നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഇങ്ങനത്തെ കാര്യമാണോ നിങ്ങൾക്ക് വേണ്ടത്? ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടി ചോദിക്കുക, ഇതാണ് വേണ്ടത്. അങ്ങനെ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് പറയണം? യെസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്, ഇതിങ്ങനെ വളരെ സർപ്രൈസ് ആയിട്ട് എൻ്റെ ലൈഫിൽ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഈ ഒരു കാര്യങ്ങൾ കൂടെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ആ ഒരു കോൺവെർസേഷൻ നിങ്ങൾ അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമ്മൾ മാറ്റം വരുത്തുന്ന സമയത്ത് ആ ഒരു ജലസിന്റെ ഹോർമോണിന് പകരം എഗെയിൻ ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് വീണ്ടും വരിക. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്താണ് ചെയ്യുക? ഡോപ്പമിൻ തന്നെയാണ് റിലീസ് ചെയ്യുക, അല്ലെ? ആ ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു പ്ലഷർ ആണ് റിലീസ് ചെയ്യുക.
ചെയ്യുക? എങ്ങനെയാണ് നമ്മുടെ എനർജി ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ? ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചേഞ്ച് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മുടെ എനർജി ഷിഫ്റ്റ് ആവുന്നത് അല്ലെ? സോ എപ്പോഴും നിങ്ങൾ ആ ഒരു കുട്ടിയുടെ ഒരു എക്സൈറ്റ്മെന്റ് കാണിക്കുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇന്നു മുതൽ നിങ്ങൾ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ഒരു കുട്ടിയാവുക. ഇഷ്ടംപോലെ സമയം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ടൈമോ ഏജോ ഒന്നും നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നില്ല. നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നോ ലിമിറ്റ് ചെയ്യുന്നോ ഒന്നുമില്ല. ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏജ് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഇന്നു മുതൽ ഒരു കുട്ടിയാണ്. ആ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾ കാണിക്കാം. സോ നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ മാറ്റങ്ങൾ, ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ ഇതുപോലെ നിങ്ങളുടെ അടുത്ത് കൂടുതൽ ചോദിക്കുന്ന സമയത്ത്, നിങ്ങളുടെ ആ ഒരു ഹയർ സെൽഫിൻ്റെ അടുത്ത് കണക്ട് ചെയ്യുന്ന സമയത്ത്, യൂണിവേഴ്സിന് ആ ഒരു നിർദ്ദേശങ്ങളും ആ ഒരു എക്സൈറ്റ്മെന്റും കൊടുക്കുന്ന സമയത്ത്, ഇതുപോലുള്ള സൈൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് അതേ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾ തിരിച്ച് കാണിക്കണം. ഓക്കെ? ആൻഡ് എപ്പോഴെങ്കിലും നിങ്ങൾ ഇത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കുന്ന ഒരാളും, അതെന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു കാര്യമാണ്. സോ എന്ത് സംഭവിക്കും, ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഡൗൺ ആയിട്ട് പോകുന്ന സമയത്ത് യൂണിവേഴ്സിനെ അറിയാം എക്സാക്ട്ലി എൻ്റെ എനർജി ഷിഫ്റ്റ് ചെയ്യാൻ എന്ത് കാണിച്ചാൽ ഈ കുട്ടി, എൻ്റെ കുട്ടി സന്തോഷമായിട്ടിരിക്കും എന്നുള്ളത്, എക്സൈറ്റഡ് ആക്കും എന്നുള്ളത്. സോ എനിക്ക് അത്ര എക്സൈറ്റ്മെൻറ്റ്, ഞാൻ അത്രയും ഡൗൺ ആയിട്ട് എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് ഞാനൊന്ന് ഓഫായി പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ശ്രദ്ധ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് തരുന്ന, എന്നെ എന്ത് കാണിച്ചാൽ എന്നെ ആ ഒരു ബാക്ക് ടു നോർമൽ അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റിംഗ് മൂഡിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും, എൻ്റെ ആ ഒരു പവറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് യൂണിവേഴ്സിനെ എക്സാക്ട്ലി അറിയാം. അത് കറക്റ്റായിട്ട് ഓരോ ടൈമിൽ എനിക്ക് വേണ്ട ടൈമിലൊക്കെ അത് കാണിച്ചു തരും. എനിക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ അത് കാണിച്ചു തന്ന് എന്നെ ഹാപ്പി ആയിട്ട് വെക്കും, എന്നെ എക്സൈറ്റഡ് ആയിട്ട് വെക്കും, എൻഗേജ്ഡ് ആയിട്ട് വെക്കും. സോ ഞാൻ എൻ്റെ ലൈഫിൻ്റെ പല പല പ്രശ്നങ്ങളിലൂടെ പോകുന്ന സമയത്തും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും എൻ്റെ ലൈഫിൽ അധികം നിൽക്കാറില്ല. ഉണ്ടാവും നമുക്ക് ചില കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര പ്രശ്നങ്ങളും വേദനയും വിഷമമൊക്കെ ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും യൂണിവേഴ്സിന് എക്സാക്ട്ലി അറിയാം എൻ്റെ കുട്ടിക്ക് എന്ത് കാണിച്ചു കൊടുത്താൽ അവളുടെ ഒരു എനർജിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും, അവൾക്ക് സന്തോഷം കൊടുക്കാൻ സാധിക്കും എന്നുള്ളത്. എന്തിനാണ് അത് കാണിച്ചു തരുന്നത്? ബിക്കോസ് യൂണിവേഴ്സിന് അറിയാം ഇതെന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് അല്ലേ? സോ നിങ്ങൾ പ്രൂവ് ചെയ്യണം, നിങ്ങൾ കാണിച്ചു കൊടുക്കണം. എന്ത് കാണിച്ചാൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റും, എന്ത് കണ്ടാൽ ഏറ്റവും കൂടുതൽ നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടുതരാൻ സാധിക്കും. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ മനസ്സിലാവുള്ളൂ അല്ലേ? ഒരാൾക്കും നമ്മൾ എല്ലാം പറയാതെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല അല്ലേ? സോ യൂണിവേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ കാണിക്കുക, നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ നിങ്ങളത് കാണിക്കുക, നിങ്ങളുടെ ആ സംസാരത്തിലൂടെ നിങ്ങൾ കാണിക്കുക. ആ ഒരു ബന്ധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഗായ്സ്, അത് ആ ഒരു കണക്ഷൻ, ആ ഒരു പ്രസൻസ്, അത് ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജസ്റ്റ് ഇമാജിൻ, നമ്മൾ ഒരു ഇൻവിസിബിൾ പവർ എപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എവിടെ പോകുന്ന സമയത്ത്. എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഗോപിക എങ്ങനെയാണ് സോളോ ട്രാവൽ ചെയ്യുന്നത്, ബോറടിക്കില്ലേ എന്നുള്ളത്. എനിക്ക് ഒരിക്കലും ബോറടിച്ചിട്ടുള്ളൊരു കാര്യമല്ല. ബിക്കോസ് ഐ നെവർ ഫെൽറ്റ് ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളത്. ഐ ടോക്ക് ടു മൈ സെൽഫ്. യൂണിവേഴ്സ് എപ്പോഴും എനിക്ക് ഈവൻ എനിക്ക് ചില സമയത്ത് ചില പ്ലേസിൽ പോകുന്ന സമയത്ത് ഇഫ് ഐ ഫീൽ എനിക്കൊരു കമ്പനി ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ട്രസ്റ്റ് മീ ഗൈസ്, ആരെങ്കിലും എൻ്റെ ലൈഫിൽ ആ ഒരു ടൈമിൽ, അത് സ്ട്രേഞ്ചർ ആണെന്നുണ്ടെങ്കിൽ പോലും, എനിക്ക് അത്രയും കണക്ഷൻ തോന്നുന്ന ആളുകൾ, അത്ര എക്സൈറ്റ്മെന്റ് തരുന്ന ആളുകൾ എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടും. അതാണ് ആ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്. അതാണ് തരുന്നത്. നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമ്മൾ മനസ്സിലാക്കി തരും കാര്യങ്ങൾ. സോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ആസ്വദിച്ച് തുടങ്ങുക, ഒരു എക്സൈറ്റ്മെന്റ് കണ്ടെത്തുക, കുട്ടികളെ പോലെ ആയിട്ട് മാറുക. ആ സമയത്താണ് നമ്മൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കുന്ന ആ ഒരു പവർ, യൂണിവേഴ്സ്, നമ്മുടെ ഒരു ഹയർ സെൽഫ് നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യാം അല്ലേ? ഇങ്ങനെ വാശി പിടിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞ് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതല്ല വേണ്ടത് അതല്ല വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കുട്ടികളെ എല്ലാവരും എപ്പോഴും അത്ര സന്തോഷത്തോടു കൂടിയിട്ട് കാണുമൊന്നുമില്ല അല്ലേ? ഇൻസ്റ്റീഡ് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ സന്തോഷമായിട്ട് കാണുന്ന കുട്ടികളെ ഇങ്ങനെ നമുക്ക് സന്തോഷിപ്പിക്കാൻ തോന്നും അല്ലെ? കുറേ കാര്യങ്ങൾ കൊടുത്തിട്ട് സന്തോഷിപ്പിക്കാൻ തുടങ്ങും, എക്സൈറ്റഡ് ആക്കാൻ തോന്നും, സർപ്രൈസ് ആക്കാൻ തോന്നും അല്ലേ? സോ ആ ഒരു ഇന്നസെന്റ് ചൈൽഡ് ആവുക, ആ ഒരു നിഷ്കളങ്കത്വം, ആ ഒരു ജെന്യൂനിറ്റി, നമ്മുടെ ഒരു ഇൻറ്റൻഷൻ നമ്മൾ പ്യുവറായിട്ട് കീപ്പ് ചെയ്യുന്ന സമയത്ത് ഗൈസ്, നിങ്ങൾ എവിടെ പോകുന്ന സമയത്തും, എന്ത് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്തും
നിങ്ങൾക്ക് അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ പറയാണ്ട് പോലെ മനസ്സിലാക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അവസരത്തിനൊത്ത് നമ്മളെ എന്ത് കൊടുത്താൽ സന്തോഷിപ്പിക്കാൻ പറ്റും എന്നുള്ളത് ആ ഒരു പവറിന് അറിയാം. സോ ഇതെപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കുക, ആ ഒരു ഹെൽത്തി കോൺവെർസേഷൻ യൂണിവേഴ്സ് ആയിട്ട് ഉണ്ടാക്കുക. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ.